പാതിരാത്രി 1 മണിയായാലും 2 മണിയായാലും നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഉറക്കമില്ല. അതിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഫിത്നയിലും ഫസാദിലും പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്ന ബ്ലോക്കാണ് ഇൽമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അതല്ലെങ്കിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, സമയങ്ങളുണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ, സാഹചര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണതായ സുബ്ഹിനോടടുത്ത സമയമുണ്ടല്ലോ, ആ സമയത്ത് റബ്ബിനെ ഹയാത്താക്കിയിട്ട് ജീവിക്കുന്നവൻ ആരാണോ, അല്ലാഹുവിന്റെ ശുക്റായിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നവരാരാണോ, അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമത്രേ, പടച്ച റബ്ബിലേക്ക് അടുക്കുവാൻ കഴിയുമത്രേ. ഈ ലോകത്തെ ചരിത്രം സൃഷ്ടിച്ച ഏത് ചരിത്ര പുരുഷന്മാരെ കുറിച്ചും നിങ്ങൾ പഠിച്ചു നോക്കിക്കോ, സുബ്ഹിക്ക് തൊട്ട് മുമ്പ് എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരാ, അല്ലാഹുവിനെ സ്മരിച്ചവരാ, തഹജ്ജുദ് നമസ്കാരം പതിവാക്കിയവരാ. എന്നാൽ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ തഹജ്ജുദ് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ അതിനുള്ള കാരണം എന്തെന്നറിയുമോ, പകൽ സമയങ്ങളിൽ എപ്പോഴും ദിവസവും എന്തെങ്കിലും തെറ്റുകൾ നിത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് തഹജ്ജുദ് നമസ്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കത്തില്ല എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ചെറിയ കാര്യമായിരിക്കും തഹജ്ജുദൊക്കെ പതിവാക്കാന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാ, പക്ഷേ നിത്യമാക്കി കിട്ടാൻ പ്രയാസം. ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ 110ന്റെ ഈമാനിൽ ഞാൻ നാളെ മുതൽ തഹജ്ജുദ് നമസ്കരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. നാളെ നിസ്കരിക്കുമായിരിക്കും, മറ്റന്നാളെ നിസ്കരിക്കുമായിരിക്കും. പകൽ സമയം ചെയ്യുന്ന തെറ്റ് നിർത്തിയിട്ടില്ലെങ്കിൽ 3 ദിവസത്തിന്റെ അപ്പുറം ഇതൊന്നും പോകത്തില്ല. അതേപോലെ തന്നെ പടച്ച റബ്ബിന് ചെയ്യുന്ന ഏറ്റവും വലിയ ശുക്റാണ് 2 റക്അത്ത് ദുഹാ നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ നൽകിയ ഓരോ അവയവങ്ങളുണ്ടല്ലോ, റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ 2 കണ്ണുകൾ, ആ കണ്ണുകളുടെ കാഴ്ചശക്തി, 2 ചെവികളുടെ കേൾവിശക്തി, വായയുടെ സംസാരശേഷി, കൈകാലുകളുടെ ചലനശക്തികൾ, ഈ ചലനശക്തികൾക്കും കാഴ്ചശക്തികൾക്കും സംസാരശേഷിക്കും എന്ന് വേണ്ട ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഓരോ കഴിവിനും റബ്ബിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുക്റാണ് 2 റക്അത്ത് ദുഹാ നമസ്കാരം. ഈ ദുഹാ നമസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ അതിനുള്ള കാരണം എന്തെന്നറിയുമോ, ജീവിതത്തിൽ ഹറാം ഭക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഹലാലായ ഭക്ഷണം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോ, ഹറാമായ ഭക്ഷണം ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോ അവർക്ക് ദുഹാ നമസ്കരിക്കാനുള്ള സാഹചര്യം വരികയില്ല, തൗഫീഖ് കിട്ടത്തില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ നന്മകളും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ എന്തെങ്കിലും തിന്മകൾ കാരണമായിരിക്കുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് ഈ ചിട്ടയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഹറാമായ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിർത്തുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും പ്രഭാത സമയത്ത്, രാവിലെ സമയത്ത്, ഓരോ ദിവസത്തിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവസാനിപ്പിക്കുക. അങ്ങനെ പതിയെ പതിയെ നന്മകൾ പതിവാക്കിയാൽ പടച്ച റബ്ബിലേക്ക് നാം അടുത്തുകൊണ്ടേയിരിക്കുമത്രേ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയെന്നറിയുമോ, ഇങ്ങനെ ചെറിയ ചെറിയ അമലുകൾ സൂക്ഷ്മതയോടുകൂടി ചെയ്ത് നിത്യമാക്കുന്നവനെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴെങ്കിലും ഏതെങ്കിലും സൽക്കർമ്മം ചെയ്യുന്നതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം ഏതെങ്കിലും ഒരു സൽക്കർമ്മം എപ്പോഴും ചെയ്യുന്നവനെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദായിമാക്കിക്കൊണ്ട് എന്തെങ്കിലും സുന്നത്തുകൾ പതിവാക്കുന്നവനെയാണ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുന്നതിനേക്കാളും റബ്ബിന് ഇഷ്ടമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇങ്ങനെ സൽപ്രവർത്തനങ്ങളെ ദായിമായി നിത്യമായി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദയമുള്ള വ്യക്തികളായിട്ട് നാം മാറണമെത്രേ. കുറെ
അമലുകൾ ഇങ്ങനെ ചെയ്യുന്നു, എന്നാൽ അവരുടെ സ്വഭാവം നേരെയില്ല. എപ്പോഴും ദേഷ്യക്കാരനാ, എപ്പോഴും വാശിക്കാരനാ. ഇങ്ങനെയുള്ള പ്രകൃതമാണോ നമുക്കെങ്കിൽ മനസ്സ് ശരിയാക്കാതെ എത്ര അമലുകൾ ചെയ്തിട്ടും റബ്ബിന്റെ അടുക്കൽ ഖബൂലിയത്ത് ലഭിക്കുമെന്ന് ആരും ധരിക്കണ്ട. അതല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് മലഞ്ചെരുവിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസുകൾ സൂക്ഷ്മമായി ശ്രവിക്കുകയാണ്. അങ്ങനെ ക്ലാസിനിടയിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ആ മലമ്പ്രദേശത്തിൽ നിന്നും ഇറങ്ങി വന്നതായ സഹാബി ചോദിക്കുകയാണ്, നബിയേ നബിയേ മദ്ദീനു യാ റസൂലല്ലാഹ്, മദ്ദീനു യാ റസൂലല്ലാഹ്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് യാ റസൂലല്ലാഹ്, ഒന്ന് പറഞ്ഞു തരുമോ യാ ഹബീബല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്. സഹാബ, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് സഹാബ. വീണ്ടും സഹാബി ചോദ്യം ആവർത്തിക്കുകയാണ്, മദ്ദീനു യാ റസൂലല്ലാഹ്, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് യാ റസൂലല്ലാഹ്, ഒന്ന് വിശദീകരിച്ചു തന്നാലും യാ ഹബീബല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്. വീണ്ടും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബത്തെ, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്, സൽസ്വഭാവമാണ്. വീണ്ടും സഹാബി ആവർത്തിക്കുകയാണ്, മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ ദീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിച്ചു തന്നാലും യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യവും സഹാബിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, സഹാബ സഹാബ അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്. ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് സഹാബത്തെ, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് സഹാബത്തെ, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് സഹാബത്തെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാമായിരുന്നു, ദീൻ എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കാരമാണെന്ന് പറയാമായിരുന്നു, ദീൻ എന്ന് പറഞ്ഞാൽ സകാത്ത് കൊടുത്ത് വീട്ടലാണെന്ന് പറയാമായിരുന്നു, ദീൻ എന്ന് പറഞ്ഞാൽ 30 ദിവസം പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നോമ്പനുഷ്ഠിക്കലാണെന്ന് പറയാമായിരുന്നു, ദീൻ എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാമായിരുന്നു, ഹജ്ജ് കർമ്മമാണെന്ന് പറയാമായിരുന്നു. ഹബീബായ തങ്ങളെ പറഞ്ഞില്ല. ദീൻ എന്താണെന്ന് ചോദിച്ചു വന്ന് മലഞ്ചെരുവിൽ നിന്ന് വന്ന സഹാബത്തിന് മറുപടി കൊടുക്കുകയാ, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്. ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണെന്ന് മനുഷ്യവംശത്തിന്റെ മാർഗദർശിയും മാനവലോകത്ത് ശാന്തിയുടെ വാക്താവുമായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി മറുപടി കേട്ട് തിരിച്ചു പോകാൻ തുനിഞ്ഞപ്പോ ആ സഹാബിയെ റസൂൽ തിരിച്ചു വിളിച്ചു, സഹാബിയെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് സഹാബിയോട് തിരിച്ചൊരു മറുചോദ്യം ചോദിക്കുകയാണ്, മൽ ഹുസ്നുൽ ഖുൽഖ് യാ സഹാബാ, സൽസ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സഹാബത്തെ? സഹാബി പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, വൽ ഹുസ്നുൽ ഖുൽഖ് ലാ തഗ്ലബ് അഹദാ. എന്നാൽ പഠിച്ചോ സഹാബത്തെ, ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ലാ തഗ്ലബ് അഹദാ, ഒരാളോടും ദേഷ്യപ്പെടാത്ത സ്വഭാവമാണ് സൽസ്വഭാവമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളോടും ദേഷ്യപ്പെടാത്ത സ്വഭാവത്തിന്റെ പേരാണെന്ത്? സൽസ്വഭാവം. ഈ സൽസ്വഭാവമാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അത്ഖല ശൈഇൻ ഫിൽ മീസാനി ഖുലുഖുൻ ഹസനുൻ. നാളെ നമ്മുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമല് നിസ്കാരമോ സകാത്തോ നോമ്പോ സദഖയോ ഒന്നുമല്ല,
നാളെ അല്ലാഹു തആല നന്മ തിന്മകൾ തൂക്കുന്നതായ മീസാനിൽ ഒരു മനുഷ്യന്റെ നന്മയുടെ മീസാൻ തുലാസ് തൂങ്ങുന്നത് കനം കൂടുന്നത് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന അസ്ഖല ശൈഇൻ ഫിൽ മീസാനി ഖുലുഖുൻ ഹസനുൻ, സൽസ്വഭാവമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലയാളെ പറയും ഭയങ്കര നിസ്കാരക്കാരനാ, ഭയങ്കര ദിക്ർ ചെല്ലുന്ന ആളാ, ഭയങ്കര സലാത്ത് ചെല്ലുന്ന ആളാ, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രകൃതം ചൂടൻ പ്രകൃതമാ. അങ്ങനെ ഒരു പ്രകൃതം ഉണ്ടോ മനുഷ്യൻ? ഈ ചൂടൻ പ്രകൃതമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. നമ്മുടെ സംസാരം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ശൈലി, നമ്മുടെ രീതി, ഇതൊക്കെ കൊണ്ടല്ലേ ഒരു മനുഷ്യന്റെ പ്രകൃതം അവനായിട്ടുണ്ടാക്കുന്നതല്ലേ. ഏതെങ്കിലും ഉമ്മയുടെ ഉദരത്തിൽ നിന്നും ഒരു കുട്ടി പുറത്തേക്ക് വരുമ്പോ ദേശക്കാരനായി പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ചീത്ത പറയുന്നവനായി പുറത്തേക്ക് വന്നിട്ടുണ്ടോ? തമ്മാടിയായി പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ക്രൂരനായി പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളായിട്ട് നമുക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കുകയാണ്. ഞാൻ ചൂടനാണ്, ഞാൻ ദേശക്കാരനാണ്, എന്റെ പ്രകൃതം ചൂടൻ പ്രകൃതമാണ്. നമ്മുടെ സംസാര ശൈലിയെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വായ തന്നത് എന്തിനു വേണ്ടിയാണ്? വായയിലെ ഓരോ അവയവത്തെ കുറിച്ചൊന്ന് നിങ്ങൾ പഠിച്ചു നോക്കിയേ. വായയുടെ പല്ലെന്തിനാ റബ്ബ് തന്നത്? എന്തിനാ പല്ല് തന്നത്? ഭക്ഷണം ചവച്ചരക്കാൻ. നാവ് തന്നത് എന്തിനാ? ഭക്ഷണത്തിന്റെ രുചി അറിയാൻ. ചുണ്ട് തന്നത് എന്തിനാ? വായ അടച്ചു വെക്കാൻ. പിന്നെ നമ്മള് റബ്ബ് തന്നത് ഒരു ചോയ്സ് ആണെന്ത്? ആ വായ കൊണ്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മലയാള ഭാഷ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ അറബി ഭാഷ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. യൂറോപ്യൻ കൺട്രീസിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ച് അവന്റെ വായെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അവനായിട്ടുണ്ടാക്കുന്നതാണ്. റബ്ബ് ഓരോ അവയവവും തന്നത് ഓരോ ആവശ്യത്തിന് വേണ്ടിയാ. ഒരു മനുഷ്യൻ ചൂടനായ മനുഷ്യനായി മാറുന്നത് അവന്റെ സംസാരത്തിലാണ്. മനസ്സിലായോ? അവന്റെ നോട്ടത്തിലാണ്, അവന്റെ കൾച്ചറിലാണ്, സംസ്കാരത്തിലാണ്. അത് അവരവരുണ്ടാക്കുന്നതാണ്. എന്നാൽ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ദേഷ്യപ്പെടാത്ത മനുഷ്യനായിട്ട് ആദ്യം എവിടെയാ മാറേണ്ടതെന്നറിയുമോ? അതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുകും ഖൈറുകും ഫീ അഹ്ലിഹി. ഒരു മനുഷ്യൻ ആദ്യം ഏറ്റവും നല്ല മനുഷ്യനായി മാറേണ്ടത് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും അരികിലാണ്. ഭാര്യമാര് സ്വന്തം ഭർത്താവിന്റെയും മക്കളുടെയും അരികിലാണ് ആദ്യം ഏറ്റവും നല്ല സൽസ്വഭാവക്കാരനായി നല്ല മനുഷ്യനായി മാറേണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഞാൻ എന്റെ കുടുംബത്തിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരനാ, ഞാൻ എന്റെ കുടുംബത്തിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരനാ. കേവലം നമ്മോട് ഉപദേശിക്കുക മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്, അല്ലാഹുവിന്റെ ഹബീബ് മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്, കാണിച്ചു നൽകുകയാണ് ചെയ്തത്. ചില ആൾക്കാർ നാട്ടിൽ നല്ല സ്വഭാവക്കാരനാ, വീട്ടിലെത്തിയാൽ കണ്ടാമൃഗം പോലും പുറകിൽ നിന്ന് പോകും. അങ്ങനെ കടിച്ചു തീറുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവമാണ്. നാട്ടിൽ നല്ല വൈറ്റ് ഷർട്ടും വൈറ്റ് തുണിയൊക്കെ ഇട്ട് മാഷാ അല്ലാഹ് നേതാവാണ്, ജമാഅത്ത് ഭാരവാഹിയാണ്, സംഘടനാ നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ്, ഒക്കെയാണ്. വീട്ടിലെത്തിയാൽ ഭാര്യമാർക്ക് സ്വസ്ഥതയില്ല. അങ്ങനെയുള്ള ചില ആളുകള് വീട്ടിലെത്തിയാൽ മക്കൾക്ക് വാപ്പായെ കണ്ടുകൂടാ. സ്കൂൾ വിട്ട് കോളേജ് വിട്ട് വരുന്ന മക്കള് നേരെ നോക്കുന്നത് കാറുള്ള വാപ്പയാണെങ്കിൽ വാപ്പയുടെ കാർ വീട്ടിന്റെ കാർ പോർച്ചിലുണ്ടോ ഇല്ല എന്ന് കണ്ടാൽ മനസ്സമാധാനിക്കുകയാ. ബൈക്ക് ഓട്ടുന്ന ബാപ്പയാണെങ്കിൽ ബാപ്പയുടെ ബൈക്ക് വീട്ടിന്റെ ഉമ്മറത്തുണ്ടോ ഇല്ല എന്ന് കണ്ടാൽ എത്ര മക്കളാ ആശ്വസിക്കുന്നത്. ഇതൊന്നുമില്ലാത്ത വാപ്പയാണെങ്കിൽ വാപ്പയുടെ ചെരുപ്പ് പുറത്തുണ്ടോ നോക്കിയിട്ട് ഇല്ല എന്നാണെങ്കിൽ ആശ്വസിക്കുന്നുവെങ്കിൽ വാപ്പ മക്കളുടെ കുഴപ്പമല്ല, മക്കളുടെ കുറവല്ല, വാപ്പമാരുടെ കുഴപ്പം തന്നെയാണ്.
നാം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകുന്നത് ഭാര്യയും മക്കളും സന്തോഷത്തിലാണോ കാണുന്നത്, അതല്ല വെറുപ്പിലാണോ കാണുന്നത്? അവിടെയാണ് നമ്മുടെ സ്വഭാവത്തെ നാം വിലയിരുത്തേണ്ടത്. എന്റെ നല്ല സ്വഭാവമാണെന്ന് ആദ്യം പറയേണ്ടത് സ്വന്തം ഭാര്യയാണ്. ഭാര്യയുടെ നല്ല സ്വഭാവമാണെന്ന് പറയേണ്ടത് ഭർത്താവാണ്. നാട്ടുകാരുടെ മുമ്പിൽ ഷോഫിന് വേണ്ടി നിഷ്കളങ്ക ഹൃദയം കാട്ടിയിട്ട് കാര്യമില്ല. നാട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി, നേതാവാകാൻ വേണ്ടി, ഭരണം പിടിക്കാൻ വേണ്ടി സൽസ്വഭാവം കാട്ടിയിട്ട് കാര്യമില്ല. അത് വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും നല്ല സൽസ്വഭാവിയായിട്ട് ആദ്യം മാറേണ്ടത് അവരുടെ സ്വന്തം കുടുംബത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തരും വിലയിരുത്ത്. എന്റെ സ്വന്തം ഭാര്യ എന്നെ കുറിച്ച് ദേഷ്യക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവത്തിന് പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ദേഷ്യക്കാരനാണെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന് പ്രശ്നമുണ്ട്. എന്റെ മക്കൾ എന്റെ സ്വഭാവത്തെ കുറിച്ച് വാപ്പാക്ക് ദേഷ്യം പിടിക്കുന്ന സ്വഭാവമാണെന്ന് പറയുന്നുവെങ്കിൽ സ്വഭാവത്തിന് പ്രശ്നമുണ്ട്. ഈമാനിന്റെ 4 അയലത്ത് പോലും അവരെത്തിയിട്ടില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ദീൻ എന്താണെന്ന് ചോദിച്ചു വന്ന സഹാബിക്ക് കൊടുത്ത മറുപടി എന്താ? ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം എന്നാണ്. എന്താണ് ഹുസ്നുൽ ഖുൽഖ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്താ? ലാ തഗ്ളബ് അഹദ, ഒരാളോടും ദേഷ്യപ്പെടാതിരിക്കുക എന്നതുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എത്ര ആളെ കുറിച്ച് സ്വന്തം ഭാര്യ പറയും എന്റെ ഭർത്താവ് ദേഷ്യപ്പെടാത്ത ഭർത്താവാണ്? ഒന്ന് കൈപൊക്കിയെ കാണട്ടെ. ലൈവില് കാണുവേ, ഒരാളും പൊക്കുന്നില്ലേ? യാ അല്ലാഹ്, ഒരാളും കൈ ഉയർത്തുന്നില്ല. ഉസ്താദേ, കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകണ്ട ഉസ്താദേ. അപ്പോ നമ്മുടെയൊക്കെ സ്വഭാവത്തിന് എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെയൊക്കെ ക്യാരക്ടറിന് എന്തോ എവിടെയോ ബൈ മിസ്റ്റേക്ക് ഉണ്ട്. എന്തിനാ ഇങ്ങനെ ഭാര്യയോടൊക്കെ എപ്പോഴും ദേഷ്യപ്പെടുന്നത്? എന്തിനാ ഭാര്യയൊക്കെ വെറുപ്പിക്കുന്നത്? ഉസ്താദേ, നമ്മളോട് മാത്രം പറയണ്ട, അവരോടും കൂടി പറയണം. നമ്മളോട് മാത്രം പറയണ്ട. ഇപ്പൊ അതാ ചിന്തിക്ക, ഒരു ഈഗോ മെന്റാലിറ്റിയാ നമുക്കൊക്കെ. ഇത് പറയുമ്പോ തന്നെ എന്താ ചിന്തിക്ക? ഉസ്താദ്, അവരുടെ സ്വഭാവം അങ്ങനെയല്ല ഉസ്താദേ, പിന്നെ എന്ത് ചെയ്യാനാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞത് ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് മനസ്സമാധാനമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അത് തെറ്റാണ് ഉസ്താദ്. എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കല്യാണം കഴിച്ചത് മുതൽ തുടങ്ങിയതാണ് ഉസ്താദെ ഈ സമാധാനക്കേട്. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ആര് കേൾക്കാൻ, ആരോട് പറയാൻ, എന്ത് ചെയ്യാൻ ഒരു രക്ഷയുമില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ കൂടി ഇങ്ങനെ പോവുകയാണ് ഉസ്താദേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കിയാൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം നമുക്കുണ്ടാകും. ഭാര്യ എങ്ങനെ സമാധാനമുള്ള ഭാര്യയാകും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഉമ്മമാരെ, സഹോദരിമാരെ നിങ്ങൾ പഠിക്കണം. ഉമ്മമാരില്ലേ ഇവിടെ ഈ ഭാഗത്ത്? ഉമ്മമാരെ, സഹോദരിമാരെ നിങ്ങൾ പഠിക്കണം. ആരാ മഹദി ഖദീജ? മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരീ, വിലസിടുന്നാരീ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരീ, വിലസിടുന്നാരീ. ഖാതിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു, കണ്ട നേരം കൽബിനുള്ളിൽ ആശ മോഹിച്ചു,
മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയതായ ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ, ഖദീജ ബീവിയുടെ സ്വഭാവം മനസ്സിലാക്കിയാൽ ഒരിക്കലും തന്നെ പ്രിയപ്പെട്ട ഭാര്യമാര് ഭർത്താക്കന്മാരുടെ മനസ്സിന് വേദന നൽകത്തില്ല. മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തുൽ മുകറമയിലെ ജബലന്നൂർ പർവതത്തിന്റെ മുകളിലേക്ക് വഹീന് വേണ്ടി കാത്തു നിൽക്കുന്ന ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്ത്, പരിശുദ്ധമാക്കപ്പെട്ട ജബലന്നൂർ മുകളിലേക്ക് ഒരു മനുഷ്യന് കയറണമെങ്കിൽ കഴിഞ്ഞ മാസം മുതൽ അൽഹംദുലില്ലാഹ് വിശാലമായ സൗകര്യമാണ്. പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തുൽ മുകറമയിലെ ജന്നത്ത് ജബലന്നൂർ പർവതത്തിന്റെ താഴ്വാരത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും കാലം ജബലന്നൂർ പർവതത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലുന്നത് ഒരുപക്ഷെ നമ്മെ പോലെയുള്ള മലയാളികളായിരുന്നു, അതല്ലെങ്കിൽ പാകിസ്ഥാനികളായിരുന്നു, അതല്ലെങ്കിൽ ചുരുക്കം ചില്ലാനം വരുന്ന രാജ്യക്കാര് മാത്രമായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഈ വനീതൻ പരിശുദ്ധമാക്കപ്പെട്ട ജബലന്നൂർ പർവതത്തിന്റെ താഴ്ഭാഗത്ത് പോയി നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു പോയി. അത്രയും വിശാലമായ പാർക്കുകളും സൗകര്യങ്ങളും ജബലന്നൂർ പർവതത്തിന്റെ താഴ്ഭാഗത്ത് ചെയ്തു വെച്ചിരിക്കുകയാണ്. അവിടെ കുതിര സവാരി അടക്കമുണ്ട്, ഒട്ടക സവാരി അടക്കമുണ്ട്. ജബലന്നൂർ പർവതത്തിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾക്ക് വേണ്ടി വിശാലമായ റോഡ് സൗകര്യങ്ങൾ ഇപ്പോൾ പണിത് കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജബലന്നൂർ പർവതത്തിന്റെ മുകളിലേക്ക് കയറിയ കാലഘട്ടമെന്നുള്ളോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം, അത്രയും ക്ലേശമായ ഒരു ബുദ്ധിമുട്ടുന്ന കാലഘട്ടം, അത്രയും പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഭക്ഷണ പൊതിയുമായിട്ട് കയറിയില്ലേ മഹദി ഖദീജ റളിയല്ലാഹു അൻഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണ പൊതിയുമായിട്ട് ഖദീജ ബീവിയുടെ ജോലിക്കാരെ വേണമെങ്കിൽ അയക്കാമായിരുന്നു, അയച്ചില്ല. മഹദി ഖദീജ ബീവിയുടെ ഇഷ്ടം അതായിരുന്നു. റസൂലുള്ളാഹിക്ക് ജീവിതത്തിൽ നൽകിയ താങ് അതായിരുന്നു, സപ്പോർട്ട് അതായിരുന്നു. ഹബീബായ തങ്ങൾ എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലും ഹബീബായ തങ്ങൾക്ക് ഏറ്റവും വലിയ തണലായി വന്നു പ്രിയപ്പെട്ട സഖി മഹദി ഖദീജ റളിയല്ലാഹു അൻഹാ. അങ്ങനെ ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് സപ്പോർട്ട് നൽകാൻ ഭാര്യമാരെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ആ ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഏറ്റവും വലിയ പരിഗണിക്കപ്പെടുന്ന ഈ ഭൂമിയിലെ അള്ളാഹുവിന്റെ സൃഷ്ടി എന്നുള്ളത് നിങ്ങളായിട്ട് മാറുമെത്രേ. പ്രവാസിയായി 10, 20, 30 വർഷം പ്രയാസപ്പെട്ട് ജോലി ചെയ്ത് നാട്ടിൽ വന്ന് അല്പം റെസ്റ്റ് എടുക്കാമെന്ന ചിന്തയോടുകൂടി വരുന്ന എത്രയെത്ര ഭർത്താക്കന്മാരാ നാട്ടിലെത്തിയിട്ട് 1, 2 വർഷത്തിനകം പറയുകയാ ഒരു രക്ഷയുമില്ല, ഒരു വിലയുമില്ല, ഒരു കെയറിങ്ങുമില്ല, എങ്ങനെയെങ്കിലും ഒന്നും മരിച്ചു പോയാ മതിയായിരുന്നു. ആ രീതിയിലേക്ക് പ്രിയപ്പെട്ട ഭർത്താവിനെ ചണ്ടിയും ചവറുമായിട്ട് തള്ളുന്ന പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹുവിന്റെ ശാപമാ നിങ്ങളിലേക്ക് ഓരോ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സ്വന്തം മക്കളോട് പോലും വാപ്പയെ കുറിച്ച് നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടാക്കി കൊടുക്കുകയാ. വാപ്പയെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും തന്റെ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ, പൊസസീവ്നെസ് എന്ന സൈക്കോളജിക്കലായിട്ട് ഈ സ്വഭാവത്തിന് പേരുണ്ട്. തന്റെ മക്കള് തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, ഭർത്താവിലേക്ക് കൂടുതൽ അടുത്തു പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നയിച്ചു കൊണ്ടുവരുന്ന പ്രായമെത്തുമ്പോ വാപ്പയെ കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വാപ്പയെ സ്വന്തം മക്കളുടെ ഹൃദയത്തിൽ നിന്നും അകറ്റുന്ന ഉമ്മ മനസ്സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ നിന്നും നിനക്ക് തിരിച്ചു പോവാൻ കഴിയുമെന്ന് നീ ധരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഭർത്താവ് ഏത് പ്രായത്തിലും പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മമാരുണ്ടല്ലോ, മക്കളുടെ ഉമ്മമാരുണ്ടല്ലോ, സപ്പോർട്ട് നൽകുന്ന ഉമ്മമാരായി ഭാര്യമാരായി മാറാൻ കഴിയണം. പഠിക്കൂ മഹദി ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ, എപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഭാര്യമാരെ കെയറിങ് ചെയ്യുന്നവരാകണം, പരിഗണിക്കുന്നവരുമാകണം. പഠിക്കണേ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ
ഫാത്തിമയുടെ ചരിത്രം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശബ്ദം ഉയർത്തിയിട്ട് അല്പം ശബ്ദം ഉയർത്തിയിട്ട് സംസാരിക്കുന്നത് വീട്ടിലേക്ക് കയറി വന്നതായ ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട പിതാവ് ഹബീബായ തങ്ങളുടെ ഇഷ്ടദോസ്തായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളായ ആയിഷ ബീവിയെ, ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവിയെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ആയിഷ ബീവി ഹബീബായ തങ്ങളോട് ശബ്ദം ഉയർത്തിയിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോ ആയിഷ എന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ അടിക്കാൻ വേണ്ടി ഓങ്ങുകയാണ്. ആ സമയത്ത് ആയിഷ ബീവി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് മറയാക്കി നിന്നിട്ട് പറയുകയാണ്, വാപ്പാ വാപ്പാ, എന്റെ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിൽ നിന്നും വാപ്പയായ നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല വാപ്പാ എന്ന് ആരാ പറയുന്നത്? പ്രിയപ്പെട്ട മോള് ആയിഷയാ പറയുന്നത്. എന്തിനാണ് പറയുന്നത്? ഭർത്താവിനോട് ശബ്ദം ഉയർത്തിയിട്ട് അടിക്കാൻ വന്ന വാപ്പയോടാ പറയുന്നത്, വാപ്പാ, എന്റെ ഭർത്താവിന്റെ അരികിൽ നിന്നും വാപ്പയായ നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല വാപ്പാ. സ്വന്തം വാപ്പ അടിക്കാൻ വന്നാലും തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ കെയറിംഗ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഈ ചരിത്ര സംഭവത്തിൽ കൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം ഭാര്യയെ അവളുടെ വാപ്പ അടിക്കാൻ വന്നാൽ പോലും ആര് കെയറിംഗ് ചെയ്യണം? ഭർത്താക്കന്മാര് കെയറിംഗ് ചെയ്യണം. ഇതാണ് ഈ ഒരു സംഭവം കൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വലിയ പാഠങ്ങളാണ്. അതൊക്കെ അല്ലാഹു ആ പാഠത്തിന് വേണ്ടി പഠിപ്പിച്ചു നൽകുകയാണ്. ഇന്നോ വാപ്പ ഓളെ അടിക്കാൻ വന്നാൽ പറയും, കൊടുത്തോ കുടിക്കോ കൊണ്ടുപോയിക്കോ, അതൊന്നും നമുക്ക് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും 2 മാർക്ക് കിട്ടിയാൽ മതി, ഓളെ വാശിക്കും സ്വഭാവത്തിന് കിട്ടിയാൽ മതി ഉസ്താദേ, അത് കിട്ടുമ്പോ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹനെ സ്തുതിക്കും. അങ്ങനെയാവരുത്. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് നൽകേണ്ട ഏറ്റവും വലിയ സ്വഭാവം സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവമാണ്. ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് എപ്പോഴും നൽകേണ്ടത് എന്താണ്? കെയറിംഗ് ആണ്. എപ്പോഴും കൂടെ കൂട്ടിയിട്ടുള്ള കെയറിംഗ്. എവിടെയെങ്കിലും യാത്ര പോകുമ്പോ കൂടെ ആരുണ്ടായിരുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഏതെങ്കിലും ഭാര്യമാര് എപ്പോഴും കൂടെ ഉണ്ടാകുമായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോ മനസ്സമാധാനത്തിൽ പോകണമെങ്കിൽ ഉസ്താദേ ആരുണ്ടാവരുത്? ഭാര്യ ഉണ്ടാവരുത്. കഴിഞ്ഞ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരു ഹാജിയാര് വന്നപ്പോ പറയാ, ഉസ്താദേ ഞാന് കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഭാര്യയെ ഹജ്ജിന് അയച്ചു, ഇപ്രാവശ്യം ഞാൻ ഹജ്ജിന് വേണ്ടി പോയി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 2 ഒരുമിച്ച് പോയാ പോരെ? ഉസ്താദേ, എന്റെ ഭാര്യ 10-40 ദിവസം ഹജ്ജിന് പോയപ്പോ എനിക്ക് കിട്ടിയൊരു മനസ്സമാധാനം ഉണ്ടല്ലോ ജീവിതത്തിൽ, എത്ര പറഞ്ഞാലും മതിയാവില്ല ഉസ്താദേ. എന്റെ ഭാര്യ അങ്ങനെ പോയി, ഇപ്പൊ ഞാൻ ഹജ്ജിന് വേണ്ടി വന്നു. അവളില്ലാത്ത ഈ സമയം എനിക്ക് ഏറ്റവും നല്ല സന്തോഷമുള്ള സമയമാ. അവള് എന്റെ കൂടെ ഹജ്ജിന് വന്നാലും അവളെ കൂടെ ഞാൻ ഹജ്ജിന് പോയാലും 2 തിരിച്ചു വരുമ്പോ എന്ത് കിട്ടൂല? ഹജ്ജ് കിട്ടൂല ഉസ്താദേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയായിരുന്നില്ല. എവിടെയെങ്കിലും യാത്ര പുറപ്പെടുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഭാര്യമാര് കൂടെ ഉണ്ടാകുമായിരുന്നു. അതാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭർത്താക്കന്മാര് ചെയ്യേണ്ടത്. എവിടെയെങ്കിലും ടൂർ പോകുമ്പോ, ട്രിപ്പ് അടിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യയെ വീട്ടിലിരുത്തിയിട്ടല്ല പോകേണ്ടത്. തന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന്റെ കൂടെ മാത്രം ട്രിപ്പ്, ഫ്രണ്ട്സിന്റെ കൂടെ മാത്രം അടിച്ചുപൊളി വീട്ടിലെത്തിയാൽ ഭാര്യയോട് ചെന്നായ്ക്കളുടെ സ്വഭാവമാണെങ്കിൽ സ്വർഗത്തിന്റെ 4 അയലത്ത് പോലും എത്തിയിട്ടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാക്കിയിട്ട് ആദ്യം മാറ്റേണ്ടത് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെയും കുട്ടികളുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും ഇടയിലാണ്. അതേപോലെ തന്നെ ഭാര്യമാരുടെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാക്കിയിട്ട് മാറ്റേണ്ടത് ഭർത്താക്കന്മാരുടെ ഇടയിലുമാണ്. ഭാര്യമാര് നല്ല സ്വഭാവമായി മാറാനുള്ള വഴിയാണ് ഭർത്താക്കന്മാരുടെ ജോലി എന്താണോ, ഭർത്താക്കന്മാരുടെ രീതി എന്താണോ, ഭർത്താക്കന്മാരുടെ മഈശത്തിന്റെ മറ്റു വഴികൾ എന്തൊക്കെയാണോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയായിട്ട് ആദ്യം മാറുക.
ചിലപ്പോ ഒരു ജോലിയും കൂലിയൊന്നും ഉണ്ടാവത്തില്ല. ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ പ്രസിഡന്റ് ഹാജിയാർ ഇവിടെയുണ്ട്. മൂപ്പറെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഇപ്പൊ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, റെസ്റ്റിന്റെ സമയമാ അല്ലേ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെ ഒരു പ്രായമായ റെസ്റ്റിലേക്കൊക്കെ പോകണം, മനസ്സിലായോ? അങ്ങനെ റെസ്റ്റിലേക്കൊക്കെ പോകുമ്പോ മൂപ്പരുടെ പണി എന്താ? പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കല. അപ്പൊ മൂപ്പര് വീട്ടിലെത്തിയ ഭാര്യ ചോദിക്കണം, എങ്ങനെയുണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ, എന്തൊക്കെയാ ചർച്ച ചെയ്തത്, റാഹത്തന്നല്ലേ മീറ്റിംഗ്? ഏത് ഭാര്യ ചോദിക്ക? എന്താ പറയാന്നറിയോ അധിക ഭാര്യമാരും? നിങ്ങൾ അടുത്ത കൊല്ലം ഒരിക്കലും പ്രസിഡന്റ് ആകരുത് അല്ലേ, നിങ്ങൾ അടുത്ത വർഷം ജനറൽ ബോഡിക്ക് പോവാനേ പറ്റൂല. ഇങ്ങനെയാണ് അധിക ഭാര്യയും ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് വീട്ടിലെത്തിയാൽ കമന്റ് അടിക്കാം. ഇനി എന്തെങ്കിലും പ്രസംഗിക്കേണ്ട അവസരമൊക്കെ അങ്ങനെയുള്ളവർക്ക് കിട്ടിയാൽ വീട്ടിലെത്തിയിട്ട് ഭാര്യമാര് പറയണം, മാഷാ അല്ലാഹ് അടിപൊളി പ്രസംഗമായിരുന്നു. എന്താ പറയാ? എന്ത് പ്രസംഗിച്ച് ഇങ്ങനെയുണ്ടാ നിങ്ങൾ പ്രസംഗിക്കൽ? ഈ കഴിഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തുൽ മുക്കറമയിൽ ഒരാഴ്ച മുന്നേ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോ നമ്മളെ കൂടെ വന്ന ഭാര്യയും ഭർത്താവും ഭയങ്കര പ്രശ്നം. അങ്ങനെ അവരുടെ ചർച്ച ചെയ്യാൻ വേണ്ടി മക്കത്ത് ഞങ്ങൾ റൂമിൽ ഒരുമിച്ച് കൂടിയപ്പം പറയാം, ഉസ്താദെ ഞാൻ നാട്ടിൽ ജമാഅത്തിന്റെ ഭാരവാഹിയാണ് ഉസ്താദെ, രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് ഉസ്താദെ, സമസ്തയിലും സംഘടനയിലൊക്കെ ഉണ്ട് ഉസ്താദെ, എന്റെ പ്രശ്നം എന്താണെന്നറിയോ ഉസ്താദെ, എന്നെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഞാൻ പ്രസംഗിച്ച വീട്ടിലെത്തിയിട്ട് പറയും, എന്ത് പ്രസംഗ കാക്ക പ്രസംഗിച്ചിന്, നിങ്ങെന്തിനാ മൈക്കിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിന് ബബ്ബം പഠിക്കാനോ, ഇങ്ങനെ പറയും. അത് ഭയങ്കര ഫീലിംഗ് ആണ് ഉസ്താദെ. അവള് ഒന്നും എനിക്ക് ചെയ്തു തരണ്ട, നല്ലൊരു പോസിറ്റീവ് വർത്താനം എന്നോട് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് സാമൂഹ്യ മേഖലയിൽ നിറസാന്നിധ്യങ്ങളായി നാട്ടിൽ നിൽക്കുന്ന പലരുടെയും കുടുംബം, ബന്ധം ഇതൊക്കെ താറുമാറായി പോകുന്നത്. അവരാഗ്രഹിക്കുന്ന പോസിറ്റീവ് സംസാരങ്ങൾ കുടുംബത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല, മടുപ്പ് വരികയാണ്. സമൂഹത്തിൽ നിൽക്കുമ്പോ, ഭാരവാഹികളായിട്ട് നിൽക്കുമ്പോ പലർക്കും ഭാരവാഹിത്വത്തോട് മടുപ്പ് വരാനുള്ള ഒന്നാമത്തെ കാരണം എന്താ? വീട്ടിൽ നിന്നുമുള്ള നെഗറ്റീവ് എനർജിയാണ്. മക്കൾ പറയും, എന്തിനാ വാപ്പ കമ്മിറ്റിയിൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നില്ലേ? അത് നമ്മളെ നാട്ടിൽ നിങ്ങൾക്ക് എന്ത് പണിയാ? നമ്മളെ നാട്ടുകാരെ നിങ്ങൾക്ക് ഏതെങ്കിലും നാട്ടില് ആ സ്വന്തം നാട്ടുകാരെ കുറിച്ച് നമ്മളെ നാട്ടില് ജമാഅത്ത് കമ്മിറ്റി, നാട്ടുകാര്, ഭാരവാഹികള് നല്ലതാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്ത് ചെയ്താലും എന്തെങ്കിലും നെഗറ്റീവായിരിക്കും പറയും. സാധാരണ അങ്ങനെയാ കേൾക്കല്. നമ്മളിപ്പോ ഒരു മഹലിൽ ജോലി ചെയ്യാൻ പോയാൽ അവിടെ നിന്ന് പോയാൽ നമ്മൾ ആദ്യം പറയും, മഹലില് ഖത്തീബായിട്ട് നമ്മളൊക്കെ ജോയിൻ ചെയ്ത പറയും, ഒരിക്കലും നിങ്ങൾ ആരും ജമാഅത്ത് ഭാരവാഹികളുടെ കുറ്റവും കുറവും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളെ കുറിച്ച് നല്ലത് പറയാൻ നല്ല മനസ്സ് നല്ലോണം വേണം. ഉസ്താദേ അയാൾ പണ്ടങ്ങനെ ആയിരുന്നു, അയാൾ പണ്ടത്തെ അവസ്ഥ എന്തിനാ നമ്മൾ നോക്കുന്നത്? ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യാത്ത ആരാ ഇവിടെയുള്ളത്? ഒരു കുറ്റവും ജീവിതത്തിൽ വരാത്ത ഏത് മനുഷ്യരാ ഇവിടെയുള്ളത്? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതല്ലേ, ആദമിന്റെ സന്തതികളാണെങ്കിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കും. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 40 വർഷം മുദ്മിനുൽ ഖംറായിരുന്നു ഉസ്താദേ, മദ്യത്തിന് അഡിക്ഷൻ ആയിരുന്നു. 41ാമത്തെ വയസ്സ് മുതൽ ഇന്ന് എന്റെ ഭർത്താവിന് 45 വയസ്സായി ഉസ്താദേ. 5 വർഷമായിട്ട് എന്റെ ഭർത്താവ് മദ്യത്തിൽ നിന്നും മുക്തമായി മാറി നിന്ന് 3 മണിക്ക് രാത്രി എഴുന്നേൽക്കും. എന്നിട്ട് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ഓരോ നിസ്കാരങ്ങളും ഖളാ വീട്ടുകയാണ്. ഇപ്പോൾ 5 വർഷമായിട്ട് എന്റെ ഭർത്താവ് മദ്യം സ്പർശിച്ചിട്ടേ ഇല്ല. 40 വയസ്സ് വരെ അദ്ദേഹം മദ്യത്തിലായി ജീവിച്ചു. നമ്മൾ എന്തിനാ ഒരു മനുഷ്യന്റെ പാസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഒരു മനുഷ്യന്റെ തെറ്റിനെയും കുറ്റത്തെയും കുറിച്ച് എന്തിനാ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അങ്ങനെ ഒരു മനുഷ്യന്റെ തെറ്റുകളും കുറ്റങ്ങളും കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് മഹാന്മാര് പറയുകയാ, ആ ചർച്ച ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ പരാക്രമി, അവനാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ. ഒരു മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ
അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പടച്ച റബ്ബിലേക്ക് പാശ്ചാത്തപിച്ച് ഖേദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മടങ്ങുകയാണെങ്കിൽ, എത്ര വലിയ മദ്യപാനിയാണെങ്കിലും പടച്ച റബ്ബ് അവന് പുറത്തു കൊടുക്കുമെത്രേ. എത്ര വലിയ വ്യഭിചാരിയാണെങ്കിലും പടച്ച റബ്ബ് അവന് പുറത്തു കൊടുക്കുമെത്രേ. എന്നാൽ പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത, പൊറുക്കാൻ പോലും മടിയുള്ള തെറ്റേതെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, തെറ്റ് ചെയ്തതായ ഒരു അടിമയെ കുറിച്ച് മറ്റൊരാളോട് പോയിട്ട് പറയുന്ന തെറ്റുണ്ടല്ലോ, വ്യഭിചാരിക്ക് പടച്ച റബ്ബ് പുറത്തു കൊടുത്താലും മദ്യപാനിക്ക് പടച്ച റബ്ബ് പുറത്തു കൊടുത്താലും ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ പരദൂഷണമുണ്ടല്ലോ, അത് അള്ളാഹു ആ മനുഷ്യൻ പുറത്തു കൊടുക്കാത്ത കാലത്തോളം അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഗീബത്തുണ്ടല്ലോ, പരദൂഷണമുണ്ടല്ലോ, അത് വ്യഭിചാരത്തെക്കാളും കൊടും പാപമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിൽ മദ്യപിച്ചൊരു മനുഷ്യൻ, വ്യഭിചരിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് നാം മറ്റൊരാളോട് പോയിട്ട് അവൻ മദ്യപിച്ചു, അവൻ വ്യഭിചരിച്ചു, ഇതിന്റെ പേരാണ് ഗീബത്ത്. ഒരാൾ ചെയ്ത തെറ്റ് മറ്റൊരാളോട് പറയും. സഹാബി ചോദിച്ചു, നബിയെ ചെയ്ത തെറ്റല്ലേ പറഞ്ഞു, അതിനെന്താ കുഴപ്പം? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തെറ്റ് പറയല് തന്നെയാണ് കുഴപ്പം, അവൻ ചെയ്ത തെറ്റ് പറയല് തന്നെയാണ് കുഴപ്പം. അവൻ ചെയ്യാത്ത തെറ്റ് പറയുന്നത് കദിബാണ്, കളവാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെയും ഇസ്സത്തിനെ, മാന്യതയെ പിച്ചിച്ചീന്താൻ അല്ലാഹു ഇവിടെ ആർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആർക്കും ഗുണ്ടായിസം കളിക്കാനും അധികാരം കൊടുത്തിട്ടില്ല. എന്തിനാണ് പരസ്പരം കരിവാരിത്തേക്കുന്നത്? എന്തിനാണ് പരസ്പരം കുറ്റപ്പെടുത്തുന്നത്? എന്തിനാണ് പരസ്പരം ചീത്ത വിളിക്കുന്നത്? ഇതൊന്നും സ്വർഗാവകാശിയായ സൽസ്വഭാവിയുടെ ലക്ഷണമല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ മഹാനായ ഹാരിസുൽ മുഹാസബി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാ, ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഓരോ ദിവസവും സൂക്ഷ്മമായി പരിശോധിക്കുന്ന മഹാനായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു ഓരോ രാത്രിയും കിടന്നിറങ്ങുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തെ കുറിച്ച് വിലയിരുത്തുമത്രേ അദ്ദേഹം. ഞാൻ എന്ത് ചെയ്തു ഇന്നത്തെ എന്റെ ദിവസം? രാവിലെ എഴുന്നേറ്റത് മുതൽ ഇന്ന് രാത്രി കിടക്കപ്പായിലേക്ക് എത്തുന്ന ഈ സമയം വരെ എന്റെ നഫ്സ് എന്ത് ചെയ്തു? എന്റെ ഹൃദയം എന്ത് ചെയ്തു? എന്റെ വായ എന്ത് ചെയ്തു? എന്റെ കണ്ണ് എന്തൊക്കെ കണ്ടു? എന്റെ ചെവികൾ എന്തൊക്കെ കേട്ടു എന്ന് വിലയിരുത്തുന്ന മഹാനായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, നിങ്ങളുടെ സ്വഭാവം സൽസ്വഭാവമാകണമെങ്കിൽ, അല്ലാഹു ഇഷ്ടപ്പെട്ട സ്വഭാവമായിട്ട് മാറണമെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് കളവ് പറയുന്നത് നിങ്ങൾ നിർത്തണേ, കള്ളം പറയുന്നത് നിങ്ങൾ നിർത്തണേ, പരസ്പരം കളവാക്കുന്നത് നിങ്ങൾ നിർത്തണേ. എന്നാലേ നിങ്ങൾ സൽസ്വഭാവത്തിന്റെ നാലയലത്തേക്ക് എത്തുകയുള്ളൂ എന്ന് മഹാനായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു. സൽസ്വഭാവമായിട്ട് നമ്മുടെ സ്വഭാവം മാറണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കളവ് പറയുന്നത് നിർത്തുക.